ആലപ്പുഴയിലേക്ക് ഒന്ന് പോകാം. സുധീഷ് ചേരുന്നുണ്ട്. സുധീഷ്, ആലപ്പുഴ എന്താണ് പറയുന്നത്? ആലപ്പുഴയിൽ കൊട്ടിക്കലാശം അതിന്റെ മൂർത്തിയത്തിലേക്ക് ആവേശത്തെ എത്തിച്ചിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ പരസ്യ പ്രചരണത്തിന്റെ അവസാന നിമിഷം പരമാവധി കൊഴുപ്പിക്കാനും അവരുടെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാനുമാണ് ശ്രമിക്കുന്നത്. ഞാനിപ്പോഴുള്ളത് മുല്ലയ്ക്കലാണ്. മുല്ലയ്ക്കലിൽ എൻഡിഎയുടെ 3 സ്ഥാനാർത്ഥികളാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അവർ 3 പേരും ഒരുമിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിരവധി പ്രവർത്തകരും ചെണ്ടമേളങ്ങളും എല്ലാം കൊണ്ടും വലിയ ആവേശം സൃഷ്ടിക്കുന്ന ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. ഇവിടുത്തെ നിലവിലെ കൗൺസിലറും ഇവിടെ ഈ താളത്തിനൊത്ത് ഡാൻസ് ചെയ്യുന്നത് കാണാം. ചേച്ചി, എത്രത്തോളം മുനിസിപ്പാലിറ്റിയിലും 15 സീറ്റിലധികം ബിജെപി പ്രവർത്തകർ പിടിച്ചിരിക്കും. അത് മോദി സർക്കാരിന് വേണ്ടി, നമ്മുടെ ശബരിമല അയ്യപ്പന് വേണ്ടി പിടിച്ചിരിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. ആ ഒരു ആവേശത്തോടെ തന്നെയാണ് ഞാന് ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമികൾ അവിടെ കയറിയാതെ വീട്ടിൽ പോല എല്ലാവരും വളരെ ഓരോ സ്ഥാനാർത്ഥികൾക്കും ഒപ്പം അവരുടെ പ്രവർത്തകരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. അതിന്റെ എല്ലാം ഒരു മൂർധന്യത്തിലേക്ക് ആവേശം എത്തിക്കുന്നു. നമുക്കിപ്പോൾ സ്ഥാനാർത്ഥികളോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ പ്രചരണം? എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? ഇത്രയും വിജയപ്രതീക്ഷയുള്ള ഒരു തിരഞ്ഞെടുപ്പ് നേരത്തെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ വേണം പറയാൻ. കാരണം ആദ്യമായാണ് ഒരു ത്രികോണ മത്സരം തന്നെ പല വാർഡുകളിലും ഉണ്ടാകുന്നതായിട്ട് അവർ അംഗീകരിക്കുന്നത് ഇരു പാർട്ടിക്കാരും. അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ 3 സ്ഥാനാർത്ഥികളോട് എല്ലാവരും വിദ്യാഭ്യാസപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഏറെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇത്തവണ BJP കാൻഡിഡേറ്റ്സ് ആയി കൊണ്ടുവന്നിരിക്കുന്നത്. അഭിമാനപൂർവ്വമാണ് ഞങ്ങൾ ഓരോ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത്. കാരണം ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വിജയ പ്രതീക്ഷയും ഹൈലിയാണ്. കാരണം ജാതി മതമേലമന്യേ ഓരോരുത്തരും NDAയിലേക്ക് മാറുന്ന ചുവടുവെക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി വന്നത് ഞങ്ങൾ അഭിമാനിക്കുന്നു. അതുതന്നെയാണ്. പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഇത്തവണ NDA പ്രതികരിച്ച് എത്തുന്നത്. അവരുടെ ഓരോ ജനങ്ങളെ സമീപിക്കുമ്പോഴുമുള്ള വലിയ പ്രതീക്ഷ, അവർക്ക് ഒപ്പം നിന്നുകൊണ്ട് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ഒരു ജനങ്ങളോട് തന്നെയാണ് ഇത്തവണ വോട്ട് ചോദിച്ചത് എന്ന ഒരു ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധി, അയ്യപ്പന്റെ സ്വർണം കെട്ടതിലുള്ള ഒരു പകവീട്ടൽ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്.